ബാംഗ്ലൂർ നഗരം. ശ്രേയ എന്ന പെൺകുട്ടി കുഴഞ്ഞ കാലുകൾ കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ തോളിൽ തൂങ്ങി നൃത്തം വയ്ക്കുന്നു. കുനിഞ്ഞു പോകുന്ന തല പണിപ്പെട്ടുയർത്തി അവന്റെ നെഞ്ചിൽ വച്ചു. ഹേയ് ശ്രേയ, നീ ഓഫായോ? ഞാനോ മഹി? നോ, നെവർ. നീ എന്താ മഹി എന്നെപ്പറ്റി കരുതിയത്? ഞാൻ സ്ട്രോങ് ആണ്, ട്രിപ്പിൾ സ്ട്രോങ്. ആ, അത് കാണുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട്. നീ വാ, പോകാം. പോകാനോ? എങ്ങോട്ട്? ഞാൻ വരുന്നില്ല മഹി. എനിക്കിവിടമാണിഷ്ടം. നിന്റെ ഒപ്പം ഇങ്ങനെ എൻജോയ് ചെയ്ത്. അവളുടെ മുഖം മഹിയുടെ കഴുത്തിൽ അമർന്നു. മഹിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മഹി, നിനക്ക് നിന്നെ വേണ്ടേടാ? ശ്രേയ! ദേഷ്യത്തിൽ ഒരലർച്ച. ഹോ, വന്നോ? ശല്യം. അവളുടെ തല മഹിയുടെ നെഞ്ചിൽ അമർന്നു. ശ്രേയ, വന്നേ, മതി, പോകാം. എവിടേക്ക്? ഞാൻ എൻ്റെ മഹിയുടെ ഒപ്പം പോവാ. മഹിയുടെ ചുണ്ടിൽ പുച്ഛം. ശ്രേയ, നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? നീ ഒരു ഭാര്യയാണിന്ന്. അറിയാം, അറിഞ്ഞോണ്ടല്ലേ എല്ലാം ചെയ്യുന്നേ. എനിക്ക് നിന്റെ ഭാര്യ പദവി വേണ്ടെങ്കിലോ? നീ പൊക്കോ, നിനക്കിഷ്ടമുള്ളിടത്ത് പൊക്കോ. ഞാൻ നിന്നെ തേടി വരില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്കിഷ്ടം എൻ്റെ മഹിയെയാ, എൻ്റെ മഹേഷ്. അവളുടെ ചുണ്ടുകൾ മഹിയുടെ കഴുത്തിൽ അമർന്നു. അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു. മഹിയുടെ പുച്ഛച്ചിരി അതവന് ഉള്ളിൽ കാണാം. അവൻ കണ്ണുകൾ തുറന്നു. 3/4 ക്രോപ്പ് ടോപ്പുമിട്ട് മറ്റൊരുവിനെ ചുംബിച്ചു നിൽക്കുന്നത് തൻ്റെ താലി ഏറ്റുവാങ്ങിയവളാണ്. അവന്റെ മനസ്സിൽ നിറഞ്ഞ 2 കണ്ണുകൾ തെളിഞ്ഞു വന്നു. അവന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. പെട്ടെന്ന് തലയൊന്നു കുടഞ്ഞു. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു, തോളിലേക്ക് തൂക്കിയെടുത്തു. മഹിയെ നോക്കാതെ അവളുമായി മുന്നോട്ട് നടന്നു. ഡാ, നീ ഇപ്പൊ കൊണ്ടുപോയിക്കോ, അതിനുള്ള അവകാശം നിനക്കുണ്ട്. പക്ഷേ ബോധം വീഴുന്ന സെക്കൻഡിൽ ഇവൾ ഓടി വരുന്നത് ഈ മഹേഷിന്റെ നെഞ്ചിൽ ചായാനാണ്. ഈ നെഞ്ചിന്റെ ചൂടേൽക്കാൻ. അതില്ലാതെ അവൾക്ക് പറ്റില്ലടാ. പുച്ഛത്തോടെ മഹി വിളിച്ചു പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. അവനറിയാം അതാണ് സത്യമെന്ന്. പിന്നെ എന്ത് മിണ്ടാൻ? കാറിന്റെ പിൻസീറ്റിലേക്ക് അവളെ ചായച്ചു കിടത്തി അവൻ കാറെടുത്തു. ബാംഗ്ലൂർ സിറ്റിയിലെ തിരക്കിലൂടെ കാർ പായിച്ച അവൻ വലിയൊരു ഫ്ലാറ്റിലേക്ക് കാർ കയറ്റി നിർത്തി. അവളുമായി റൂമിലേക്ക് കയറുമ്പോൾ അവൾ അവന്റെ മേലേക്ക് വൊമിറ്റ് ചെയ്തു. നേരെ ബാത്റൂമിൽ ചെന്ന് അവൻ അവളെ ഷവറിനടിയിൽ നിർത്തി. തണുത്ത വെള്ളം തലയിലൂടെ ഒഴുകുമ്പോൾ അവളൊന്ന് വിറച്ചു. മഹി, തണുക്കുന്നു. അവളുടെ ചുണ്ടുകൾ പുലമ്പി. അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അവൻ തന്റെ ഡ്രസ്സ് മാറ്റി കുളിച്ചുകൊണ്ട് അവളുമായി ഇറങ്ങി. അവളെ റൂമിലെ ചെയറിലിരുത്തിക്കൊണ്ട് അവൻ ഡ്രസ്സ് മാറി. അവളെ ഒന്ന് നോക്കി. ഇതിപ്പോ പതിവല്ലേ, മാറ്റാം. അവൻ അവൾക്ക് മറ്റൊരു ഡ്രസ്സ് ധരിപ്പിച്ചു കൊടുത്തു. അവളെ ബെഡിലേക്ക് കിടത്തി അവൻ നിവർന്നു. മദ്യത്തിന്റെ ലഹരിയിൽ പാതി മയക്കത്തിലും അവളുടെ ചുണ്ടുകൾ മഹി മഹി എന്ന് പുലമ്പി. അവൻ മെല്ലെ തിരിഞ്ഞു. ബീൻ ബാഗിലേക്ക് കുഴഞ്ഞിരുന്നു. അവൻ വേദനയോടെ കണ്ണുകൾ അടച്ചു. നന്ദേട്ടാ, നന്ദേട്ടാ. അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു. അയ്യോന്റെ നന്ദേട്ടാ, ആരെങ്കിലും കാണും. പിന്നെ കാണുന്നെങ്കിൽ കാണട്ടെ. അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിക്കാൻ ശ്രമിച്ചു. അയ്യേ. അവൾ ചിരിയോടെ ഉരുണ്ടുമാറി എണീറ്റ് നിന്നു. അങ്ങനെ ഇപ്പൊ വേണ്ടാട്ടോ. ഞാനേ ആരും കാണാതെയാ വന്നത്. ഇന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ. എനിക്കറിയാം എണീറ്റ് കാണില്ലെന്ന്. അതാ വന്നത്. ഇപ്പൊ തന്നെ ലേറ്റായി. വേഗം എണീറ്റ് റെഡി ആയിക്കോ. ഈ ജോലി എന്റെ നന്ദേട്ടന് തന്നെ കിട്ടും. ഞാൻ കാവിൽ നേർന്നിട്ടുണ്ട്. അവൻ അവളെ നോക്കി. പച്ച പട്ടുടുപ്പും പാവാടയും ധരിച്ച നാടൻ പെൺകുട്ടി. അരയോളം കിടക്കുന്ന സമൃദ്ധമായ കാർക്കൂന്തൽ തുമ്പ് കെട്ടി
വിടർത്തിയിട്ടിരിക്കുന്നു. വലിയ വിടർന്ന കണ്ണുകൾ കൺമഷി കൊണ്ട് നീട്ടിയെഴുതി വില്ലുപോലെ വളഞ്ഞ പുരികക്കൊടിക്ക് നടുവിൽ ചുവന്ന പൊട്ടിനു മുകളിൽ ചന്ദനക്കുറിയും ചാർത്തി ചിരിയോടെ നിൽക്കുന്നു. ഇന്നെന്തേ ചുവന്ന കല്ലിന്റെ മുക്കുത്തി മാറ്റിയത്? ചെരിഞ്ഞു കിടന്ന് തലയിൽ കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അതെന്റെ നന്ദേട്ടൻ അത്ര ഇഷ്ടമല്ലല്ലോ, അതാ മാറ്റിയത്. എന്റെ നന്ദേട്ടൻ വാങ്ങിത്തന്ന ഈ വെള്ളക്കല്ല അതിലും ഭംഗി. നിരയൊത്ത മുല്ലമുട്ട് പല്ലുകൾ കാട്ടി അവൾ ചിരിയോടെ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ തങ്ങി നിന്നത് അവളുടെ ചെഞ്ചുണ്ടിലായിരുന്നു. ലച്ചു, ആ ഇങ്ങ് വന്നേ, അവൻ വല്ലാത്തൊരു ഭാവത്തിൽ വിളിച്ചു. എനിക്കറിയാം എന്തിനാന്ന്. വേണ്ടാട്ടോ നന്ദേട്ടാ. നന്ദാ, അയ്യോ അപ്പച്ചി. അവളുടെ മുഖത്ത് വെപ്രാളം നിറഞ്ഞു. ഞാൻ പോവാണേ, വേഗം എണീറ്റ് റെഡിയായി വാ നന്ദേട്ടാ, ഞാൻ കവലയിൽ നിൽക്കാം. പിന്നെ ആ നീല ഷർട്ടിട്ടാ മതിയേ, അതിന്റെ നന്ദേട്ടന് നന്നായി ചേരും. അവൾ പിന്നിലെ കിളിവാതിലൂടെ ഓടി. ലച്ചു പതിയെ. അവൻ എണീറ്റ് അവൾ പോയ വഴിയെ നോക്കി ചിരിതൂകി. പാവം. നന്ദാ. വാതിലിലെ മുട്ടുകേട്ട് അവൻ തുറന്നു. നീ എണീറ്റോ? എണീറ്റില്ല എന്നോർത്ത് വിളിക്കാൻ വന്നതാ ഞാൻ. പെട്ടെന്ന് തയ്യാറായിക്കോ. അവനൊന്നും മിണ്ടാതെ തലയണക്കി. ഉറച്ച കാലടികളോടെ അവർ നടന്നു നീങ്ങിയതും അവൻ തിരിഞ്ഞു. ഇടാനുള്ള ഡ്രസ്സുമെടുത്ത് അവൻ കുളക്കടവിലേക്ക് നടന്നു. പെട്ടെന്നൊന്ന് മുങ്ങി നിവർന്ന് വീട്ടിലേക്ക് തിരിച്ചു. വേഗം തന്നെ റെഡിയായി അവൻ ഇറങ്ങി. കവലയിൽ വായി നോക്കി നിൽക്കണ്ട, അച്ഛൻ വരും നിന്റൊപ്പം. വേഗം പോയി പരീക്ഷ എഴുതി വാ. അവൻ അവരെ ഒന്ന് നോക്കി. ആ കാലിൽ ഒന്ന് തൊട്ടു. നന്നായി വരും, അവർ മനസ്സറിഞ്ഞു പറഞ്ഞു. നന്ദാ ഇറങ്ങാം. ആ അച്ഛാ. അച്ഛന് പിന്നാലെ കവലയിലേക്ക് നടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ തേടിയത് ലച്ചുവിനെ ആയിരുന്നു. അച്ഛന്റെ തലവെട്ടം കണ്ടപ്പോഴേ അവൾ പേടിച്ചു മാറിയിട്ടുണ്ടാകും എന്നവൻ ഊഹിച്ചു. ബസ്സിൽ കയറുമ്പോൾ രാജേട്ടന്റെ ചായക്കടയുടെ തൂണിന്റെ മറവിൽ നിന്നും ഒളിഞ്ഞു നോക്കി കൈവീശുന്ന ലച്ചു. അച്ഛൻ കാണാതെ അവൾക്ക് നേരെ അവൻ കൈ ചലിപ്പിച്ചു. അത്രയും മതിയ പാവത്തിന്, അതവനറിയാം. വൈകുന്നേരം അവൻ വരുന്നത് കാത്ത് കവലയിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ലച്ചു. ബസ്സിറങ്ങുന്ന നന്ദനെ കണ്ടതും അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൾ അവന്റെ പിന്നാലെ നടന്നു. അവൾ പിന്നിലുണ്ടെന്നറിഞ്ഞ അവൻ നടത്തത്തിന് വേഗത കൂട്ടി. ഷോ, ഇതെന്തൊരു പോക്കാ! അവൾ പിന്നാലെ പരിഭവം പറഞ്ഞു നടന്നു. കുറച്ചു കഴിഞ്ഞതും മുന്നിൽ അവനെ കാണാതായി. അവളുടെ മുഖം വാടി. ഇതെവിടെ പോയി നന്ദേട്ടൻ? അവൾ മുന്നിലേക്ക് നടന്നതും അരഭിത്തിയുടെ മറവിൽ നിന്നും ഒരു കൈ അവളെ വലിച്ചെടുത്തു. അവൾ ഞെട്ടിപ്പോയി. നന്ദന്റെ നെഞ്ചിൽ തട്ടി നിന്നതും അവൾ പിടച്ചിലോടെ നോക്കി. പേടിച്ചുപോയോ എന്റെ ലച്ചൂട്ടി? അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിൽ നോക്കി അവൻ ചോദിച്ചു. അവൾ തല ചലിപ്പിച്ചു. നന്ദേട്ടാ, ഇന്റർവ്യൂ? കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു. അതൊക്കെ പറയാം. എനിക്ക് ജോലി കിട്ടിയാ എനിക്കൊരു കാര്യം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അവന്റെ കണ്ണിൽ കുസൃതി. അവൾ തല ചലിപ്പിച്ചു. എന്നാലേ താ. ഞെട്ടലോടെ, അതിലുപരി സന്തോഷത്തോടെ അവൾ അവനെ നോക്കി. അപ്പൊ ജോലി കിട്ടിയോ? അവളുടെ സ്വരം പോലും വിറച്ചു. ദേ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ. അവൻ ഫയൽ തൊട്ട് കാണിച്ചു. അവൾ സന്തോഷത്തിൽ അവനെ ഇറുകി പുണർന്നു. അവന്റെ കവളിൽ ചുണ്ടുകൾ അമർത്തി. അവളുടെ സന്തോഷം അവൻ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞു. അവൾ അവനിൽ നിന്നും അകന്നു മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞില്ലേ ഈ ജോലി എന്റെ നന്ദേട്ടന് തന്നെയാണെന്ന്. കണ്ടോ, എന്റെ മഹാദേവൻ തന്നതായത്. അവൻ അവളുടെ കണ്ണുകളിൽ ആഴ്ന്നിറങ്ങി. അവന്റെ കണ്ണുകളിലെ ഭാവം അവളിൽ ലജ്ജ ഉണർത്തി. അവൻ ഫയൽ താഴേക്കിട്ടു. അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിൽ നോക്കി. അവന്റെ കണ്ണുകൾ അവളുടെ വിറയ്ക്കുന്ന അധരത്തിലേക്ക് പാഞ്ഞു. അവൻ തല മെല്ലെ താഴ്ത്തി. അവളുടെ അധരത്തിലേക്ക് തന്റേതിനെ ചേർത്ത് വച്ചു. ഇരുവരുടെയും ശരീരം ഒന്ന് വിറച്ചു. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ ഇരുവരും പരിസരം മറന്നു. നന്ദ! കേട്ട അലർച്ചയിൽ അവർ ഞടുങ്ങി. ലച്ചു പേടിയോടെ അവന്റെ പിന്നിൽ ഒളിച്ചു. അച്ഛാ, എനിക്ക് ലച്ചുവിനെ ഇഷ്ടമാണ്. വിറയലോടെ അച്ഛനെ നോക്കി നന്ദൻ പറഞ്ഞൊപ്പിച്ചു. കവിളടക്കം ഒരടിയായിരുന്നു മറുപടി. വേറെ ആരെയും കിട്ടിയില്ല അവന്. ഇഷ്ടമാണ് പോലും. സർപ്പദോഷമുള്ളവളെ തന്നെ വേണം നിനക്ക് ഇഷ്ടം കൂടാൻ, അല്ലേടാ? നിന്റെ അമ്മ അറിയണ്ട. ഇവളുടെ ജാതകം കാരണം ഉടപ്പിറന്നോൻ പോയതിന്റെ വേദന ഇന്നും അവൾക്കുണ്ട്.
ഇവളോട് ആര് കൂടിയാലും അവരെ കാലൻ കൂടെ കൂട്ടും. നിനക്ക് അങ്ങനെ ഒരു വിധി വേണോ? അച്ഛാ, അച്ഛനും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അമ്മയെ തിരുത്താൻ പറ്റില്ല, അത് ശരി തന്നെ. പക്ഷെ അച്ഛൻ പഠിച്ചതല്ലേ? എന്ത് ജാതകം! ആരോ എന്തോ എഴുതി പിടിപ്പിച്ചത് മൂലം ഒരു പെൺകുട്ടിയുടെ ജീവിതം വച്ചാ എല്ലാരും കളിക്കുന്നത്. വീണ്ടും ഒരടി കൂടി. മാമ, കണ്ണീരോടെ ലച്ചു മുന്നോട്ട് നീങ്ങി. മിണ്ടരുത് നീ. തന്തയെ കൊന്നത് പോരെ, ഇനി എന്റെ കുഞ്ഞിന്റെ ജീവന് നിനക്ക് വേണോ? ഞടുങ്ങിപ്പോയവൾ. വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷെ എന്റെ കുഞ്ഞിന്റെ ജീവിതം വെച്ച് പരീക്ഷിക്കാൻ എനിക്ക് വയ്യ. നിന്നോട് യാചിക്കുവാ ഞാൻ. എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നേക്ക്. എന്റെ കണ്ണടയുമ്പോ ചിതയ്ക്ക് കൊളുത്താൻ ഇവനേ ഉള്ളൂ എനിക്ക്. അവളുടെ ചങ്കു പിടഞ്ഞുപോയി. വേദനയോടെ അവൾ അവനെ നോക്കി. ആ നോട്ടം അവനെ തകർത്ത് കളഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ മുന്നോട്ടോടി. ലച്ചു, ലച്ചു! അവന്റെ പിൻവിളിക്ക് അവൾ ചെവി കൊടുത്തില്ല. നന്ദ! ശാസനയോടെ അവനെ പിടിച്ച് നിർത്തിക്കൊണ്ട് അയാൾ അവനെ ദേഷ്യത്തിൽ നോക്കി. അച്ഛ, അവൾ എന്ത് ചെയ്തിട്ടാ? പാവല്ലേ അച്ഛ എന്റെ ലച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂകി. ആണ് മോനെ, അവൾ പാവമാണ്. എനിക്കിഷ്ടമാണ് അവളെ. പക്ഷെ നിന്റെ അമ്മ വേണ്ട, ഒന്നും വേണ്ട. ജോലി കിട്ടിയെന്നറിഞ്ഞു. വാ പോകാം, നിന്നെ കാത്തിരിക്കുന്നുണ്ട്. കാണാത്തപ്പോ പറഞ്ഞു വിട്ടതാ എന്നെ. അവൾക്കറിയാം നിന്റെ മനസ്സിൽ അവളാണെന്ന്. പക്ഷെ നന്ദ, അതൊരിക്കലും നടത്തില്ല. മേലെടുത്ത് വസുന്ധര. അറിയാലോ അവളെ. കൊന്നു കളയാനും മടിക്കില്ല പാവത്തെ. നിനക്ക് വേണ്ടി അതും ചെയ്യൂ അവൾ. വേണ്ട നന്ദ, ഒന്നും വേണ്ട. ആ കൊച്ചെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അച്ഛാ, എനിക്കത് പറ്റില്ല അച്ഛാ. എനിക്ക് ലച്ചു ഇല്ലാതെ പറ്റില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. അയാൾ നിലത്തു നിന്നും ഫയലെടുത്ത് നടന്നു. അവൻ എന്ത് വേണമെന്നറിയാതെ പിന്നാലെ ചലിച്ചു. പൂമുഖത്ത് തന്നെ നിൽക്കുന്ന അമ്മയെ കണ്ട് അവൻ മുഖം കുനിച്ചു. വഴിയിൽ വല്ല ശകുനിയും വഴി മുടക്കിയോ? വെറ്റില മുറുക്കിക്കൊണ്ട് അവർ ഉച്ചത്തിൽ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് മെല്ലെ നടന്നു. അയാൾ പെട്ടെന്ന് പറഞ്ഞു. അവർ ഒന്ന് അമർത്തി മൂളി. നാളെ തന്നെ തിരിച്ചോ ബാംഗ്ലൂർക്ക്. എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. ഞെട്ടിപ്പോയി നന്ദൻ. അവൻ അച്ഛനെ നോക്കി. അയാളുടെ കണ്ണുകളിൽ നിസ്സഹായാവസ്ഥയായിരുന്നു. നന്ദ, അങ്ങോട്ട് നോക്കണ്ട. നീ ഇവിടുന്ന് പോയില്ലേ അറിയാലോ. അവളെയും ആ തള്ളയും കുടുംബത്തു നിന്നും ഇറക്കും ഞാൻ. പിന്നെ തെരുവിലാകും രണ്ടും. എന്റെ ഉടപ്പിറന്നോൻ പോയിട്ടും ഞാൻ ഇറക്കി വിടാത്തത് ആ നശൂലത്തെ ഓർത്തല്ല. അറിയാലോ നിനക്ക്. അങ്ങനെ പോലും എന്റെ കൂടപ്പിറപ്പിന്റെ ആത്മാവ് വേദനിക്കരുത് എന്ന് കരുതിയാ. തല ചായ്ക്കാൻ ഒരിടം കൊടുത്തപ്പോ അവൾക്കെന്റെ മോനെ തന്നെ വേണം. ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല ഞാൻ അവളെ. അമ്മേ, എന്തൊരു ദുഷ്ട മനസ്സാ അമ്മയുടേത്. അതേടാ, ഇക്കാര്യത്തിൽ എന്റെ തീരുമാനം ഇത് തന്നെയാ. മറിച്ച് സംഭവിച്ച അറിയാലോ എന്നെ. അവളെ ഇല്ലാത്തതൊക്കെ മാത്രമല്ല, ഒരു തരി മണ്ണ് പോലും നിനക്ക് ഞാൻ തരില്ല. വേണ്ട, ഒന്നും വേണ്ട എനിക്ക്. ഞാൻ എന്റെ ലച്ചുവിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നന്ദ, അങ്ങനെയാണെങ്കി ഒന്നുകൂടി നീ കേട്ടോ. അവളെയും കൊണ്ട് നാട് വിടാൻ നീ തീരുമാനിച്ച ആ മൂദേവിയെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. നിങ്ങൾ പോയാലും അവളിവിടെ തന്നെ നിൽക്കുമെന്ന് അറിയാലോ നിനക്ക്. അവൾ എങ്ങോട്ടും പോവില്ല. കത്തിക്കും ഞാൻ അവളെ. പച്ചയ്ക്ക് കൊളുത്തും ഞാൻ. നന്ദൻ ഞടുങ്ങിപ്പോയി. അമ്മാവൻ പോയേ പിന്നെ അമ്മായി ആ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. കൂടെ കൂട്ടാമെന്ന് കരുതിയ അമ്മായി വരില്ല എന്ന് മാത്രമല്ല, അമ്മയെ തനിച്ചാക്കി ലച്ചുവും വരില്ല. അവന്റെ നെഞ്ചു പിടഞ്ഞു. നീറിയ നെഞ്ചു മടക്കി അവൻ അകത്തേക്ക് നടന്നു. വസു, വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. നാളെ രാവിലെ നന്ദൻ ഇവിടുന്ന് പോകും, അതിൽ മാറ്റമില്ല, അവർ ഉറപ്പോടെ പറഞ്ഞു. രാത്രിയായതും നന്ദൻ മെല്ലെ കിളിവാതിലൂടെ പുറത്തേക്കിറങ്ങി. ലച്ചു, ലച്ചു! ജനലിൽ മുട്ടി വിളിച്ചതും ലച്ചു ജനൽപാളി തുറന്നു. എന്താ നന്ദേട്ടേ രാത്രിയില്? നമുക്ക് എങ്ങോട്ടേലും പോവാൻ ലച്ചു. നീ വാ, അമ്മായിയേം കൂട്ടാം. ദൂരെ ദൂരെ എവിടെയെങ്കിലും പോയി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം യാഥാർത്ഥ്യമാക്കാം. ലച്ചു വേദനയോടെ ഒന്ന് ചിരിച്ചു. വേണ്ട നന്ദേട്ടാ,
നമ്മളത് ചെയ്യുന്ന വലിയ തെറ്റായി പോകും. അപ്പച്ചിയുടെ വെറുപ്പിന് കാരണമുണ്ട്, അത് സത്യമാണ്. ലച്ചു, നീ എന്തൊക്കെയാ പറയുന്നേ? അച്ഛൻ പോയില്ലേ? അന്ന് മുതൽ മിണ്ടാതൊരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയതാ എൻ്റെ അമ്മ. ഞാനെങ്ങനെ? അറിയില്ല. അപ്പച്ചി നമ്മുടെ സ്നേഹം മനസ്സിലാക്കുമെന്നൊരു നേരിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ മാമൻ കൂടി ഇന്ന് എന്നോട് അപേക്ഷിച്ചപ്പോ എനിക്ക് വയ്യ നന്ദേട്ടാ. ഞാൻ കാരണം ഇനിയും വേണ്ട, ഒന്നും വേണ്ട. നന്ദേട്ടൻ പൊയ്ക്കോ. എന്നെങ്കിലും തമ്മിൽ കാണാൻ ഭാഗ്യമെങ്കിലും ഉണ്ടാകട്ടെ. അവൾ കണ്ണീരൊപ്പി. ലച്ചു, നിനക്ക് എന്താ പറ്റിയത്? നമ്മുടെ സ്വപ്നങ്ങൾ, അവന്റെ സ്വരമിടറിപ്പോയി. ലച്ചു ജനൽ വലിച്ചടച്ചു. അവന്റെ ഹൃദയം നിലച്ചുപോയി. ലച്ചു തുറക്ക് ലച്ചു. വാട, നമുക്ക് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചങ്ങ് മരിച്ചാലോ? നന്ദേട്ടാ, വിറച്ചു പോയവൾ. എന്റെ അമ്മയെ തനിച്ചു വിട്ടിട്ട് ഞാൻ എങ്ങനെയാ നന്ദേട്ടാ? നന്ദേട്ടൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കണം സന്തോഷത്തോടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോളാം ഞാൻ. ഇനിയും ഒരു കണ്ണീർ കയത്തിലേക്ക് എന്നെ തള്ളിവിടല്ലേ നന്ദേട്ടാ. എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞാൽ മാത്രം മതി ഈ ലച്ചുവിന്, അല്ലാതൊന്നും വേണ്ട. അവളുടെ കരച്ചിൽ അവന്റെ ഹൃദയത്തെ പിളർത്തി. പൊയ്ക്കോ നന്ദേട്ടാ. ഞാൻ പോവാ ലച്ചു. വരില്ലിനി ഒരിക്കലും. എന്റെ മരണം കൊണ്ടുപോലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, ഉറപ്പ്. അവൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. നെഞ്ചമർത്തി പിടിച്ചു വിങ്ങിക്കൊണ്ട് അവൾ ചുമരിനപ്പുറം നിന്നുരുകി. അപ്പച്ചിയുടെ ഭീഷണി അവളുടെ കാതിൽ മുഴങ്ങി. വേണ്ട, ഈ ലച്ചുവിനൊന്നും വേണ്ട. എന്റെ നന്ദേട്ടൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നെന്ന് ആശ്വസിക്കാലോ. പതിയെ എന്നെ മറന്നോളും. അവൾ അലറി കരഞ്ഞു. ബാംഗ്ലൂർ നഗരത്തിലെ ജോലി, ജീവിതം, കമ്പനി ഓണറുടെ മകളുമായുള്ള വിവാഹം, 1 വർഷത്തിനുള്ളിൽ വന്ന മാറ്റങ്ങൾ. അമ്മയുടെ നിർബന്ധത്തിനൊക്കെയും നിന്നുകൊടുത്തു ഒരു പാവയെപ്പോൽ. ആഡംബര വിവാഹവേദിയിൽ എന്തൊക്കെയോ നേടിയ സന്തോഷത്തിൽ അമ്മ നടക്കുന്നത് കണ്ടപ്പോ പുച്ഛം തോന്നി. മകന്റെ സ്വപ്നങ്ങളുടെ മുകളിൽ ചവിട്ടിയാണ് ഈ ആഘോഷം. എന്റെ ലച്ചു, അവൾ. എത്ര ലെറ്റർ ഞാൻ എഴുതി, ഒന്നിനും മറുപടിയില്ല. പാവം. ഇവരുടെയൊക്കെ അഹമ്മദിക്ക് മുന്നിൽ ആ പാവം എന്ത് ചെയ്യാൻ? സ്വയം ഉരുകി തീരുകയാകും. കെട്ടിത്തന്ന വേഷം നന്നായി ആടി തീർക്കാം, അത്ര തന്നെ. അവൻ നിർവികാരനായി നിന്നു താലി വാങ്ങി. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ കണ്ണിൽ എന്താണ് ഭാവം അറിയില്ല. അവൾ കഴുത്തു കുനിച്ചു. അവൻ താലി ചാർത്തി. ആ നിമിഷം അവന്റെ ഉള്ളിൽ അവന്റെ ലച്ചുവായിരുന്നു. ആ താലി ഏറ്റുവാങ്ങുന്നത് തന്റെ ലച്ചുവാണെന്ന് വെറുതെ ഓർത്തു. ആഘോഷങ്ങൾ ഒതുങ്ങി. ആളുകൾ പിരിഞ്ഞപ്പോ അമ്മ തിരികെ വന്നു. നന്ദ, ഇതാണ് നിന്റെ ജീവിതം. ആ നശൂലത്തെ കെട്ടിയെടുത്തെങ്കിൽ നീ ഇപ്പൊ ജീവനോടുണ്ടാകുവോ? ഇല്ല, മോന് നല്ലത് മാത്രമേ വരൂ. ഇനിയുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും അവളെ ഓർക്കാനുള്ള അവസരം എന്റെ മോനുണ്ടാകില്ല. അത്രമേൽ ഉയരത്തിലെത്തും എന്റെ മോൻ. അത് കണ്ട് ഈ അമ്മ നിർവൃതി അടയും. മോളെ ശ്രേയ, ഞങ്ങൾ ഇറങ്ങട്ടെ. അവളൊന്നും മിണ്ടാതെ വെട്ടിത്തിരിഞ്ഞു നടന്നു. അതായിരുന്നു മേലിടത്തെ വസുന്ധരയ്ക്ക് ആദ്യമായി കിട്ടിയ തിരിച്ചടി. അതിലെന്റെ മനസ്സൊന്ന് തുള്ളിപ്പോയി സന്തോഷം കൊണ്ട്. അവഗണന അവരൊന്നറിയുന്നത് നല്ലതാ. നീറുന്ന വേദനയിൽ ഒരിറ്റാശ്വാസം. അവൻ നാളുകൾക്ക് ശേഷം നിറഞ്ഞു ചിരിച്ചു. വസുന്ധരയ്ക്ക് അപമാന ഭാരമേറി, അതും മോന്റെ താലി ഏറ്റുവാങ്ങിയവൾ കാരണം. ഗ്രാൻഡ് പാർട്ടിക്ക് ശേഷം റൂമിലെത്തിയപ്പോൾ കാണുന്നത് പരസ്പരം ചുംബിച്ചു നിൽക്കുന്ന 2 പേരെ. ഒന്ന് തന്റെ ഭാര്യ, മറ്റേത് മഹി. താൻ അവരെ കണ്ടു എന്ന് അവരും കണ്ടു. പിടഞ്ഞു മാറാൻ ഒരുങ്ങിയ അവനെ ഒന്നുകൂടി തന്നിലേക്ക് അടക്കിയ ശ്രേയ. താനാണ് അവിടെ അധികപ്പറ്റ് എന്ന് തിരിച്ചറിവ്. തിരിഞ്ഞു നടന്നു. അന്ന് അലങ്കരിച്ച മുറിയിൽ അവർ ഒന്നിച്ചായിരുന്നു. ശരിയാണ്, വെറും ജോലിക്കാരനായ ഒരുവനെ മോൾക്കാലോചിച്ച ഓണർ ഒന്നും കാണാതെയല്ലെന്ന് തനിക്കറിയാം. അറിയാത്തത് മേലേടത്ത് വസുന്ധരയ്ക്കായിരുന്നു. അവൻ കണ്ണുകൾ തുറന്നു. ജീവിതം നശിച്ചു പോകുന്നതിലുള്ള സംതൃപ്തി, ആരോടൊക്കെയുള്ള വാശി. പ്രാണൻ എവിടെയെന്ന് പോലും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ട്, അതറിയാം. അച്ഛനൊരിക്കൽ പറഞ്ഞിരുന്നു. അമ്മായി പോയി, എന്നിട്ടും അവൾ എനിക്കൊരു ലെറ്റർ പോലും അയച്ചില്ല. വേണ്ട, താൻ അയച്ചതിനൊരു മറുപടി അത് വന്നെങ്കിൽ താൻ ഓടിച്ചെന്നേനെ. അവൾ മറന്നിട്ടുണ്ടാകുമോ? തന്റെ പ്രാണൻ തന്നെ മറക്കുവോ? വർഷം 5 ആയി.
മറന്നിട്ടുണ്ടാകും. മുഖത്തേക്ക് സൂര്യകിരണങ്ങൾ പതിച്ചു. അതിനു മുന്നേ അങ്ങ് വന്നോ? ഒരു മന്ദഹാസം. അവൻ ബെഡിലേക്ക് നോക്കി. പിന്നെ എണീറ്റ് ബാത്റൂമിൽ കയറി ഫ്രഷായി കിച്ചണിലേക്ക് നടന്നു. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കമ്പനിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. മിസ്റ്റർ നന്ദകുമാർ? അതിശയം. അവൻ തിരിഞ്ഞു. എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? എന്റെ സ്റ്റാറ്റസ് തന്ത ചത്തു. ഇന്നലെ അടക്കവും കഴിഞ്ഞു. ഇനി എനിക്ക് എന്റെ ജീവിതം വേണം. നിങ്ങൾ ഒഴിഞ്ഞു തരണം. എനിക്കെന്റെ മഹിയോടൊപ്പം ജീവിക്കണം. ഇനിയും എനിക്ക് പറ്റില്ല. ഞാൻ പ്രഗ്നന്റ് ആണ്. ഞെട്ടിയില്ല. ഇതാദ്യം അറിഞ്ഞത് താനാണല്ലോ. സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. അവൻ ചിരിയോടെ പറഞ്ഞു. നന്ദ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. ആരുടെയൊക്കെ വാശിയിൽ ജീവിതം തകർന്നുപോയ 2 പേർ. താൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു. എനിക്കിനിയും അതിന് കഴിഞ്ഞിട്ടില്ല. തന്റെ അമ്മയുടെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? നിർവികാരനായ ചോദ്യം. അവിടേക്കൊന്ന് ചെല്ലാൻ. എവിടേക്ക്? നാട്ടിലേക്ക്. പിന്നെ ഏതോ ഒരു ആദിലക്ഷ്മി. അവന്റെ ഹൃദയമൊന്ന് തുള്ളിപ്പോയി. ആദി ലക്ഷ്മി. അവന്റെ സ്വരത്തിലെ പതർച്ച അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. ആ കുട്ടിയെ എഴുതിയത്. അമ്മ തളർന്നു കിടപ്പ. അമ്മയ്ക്കൊന്ന് കാണണമെന്ന്. നന്ദന്റെ ചെന്നിയിലൂടെ വിയർപ്പൊഴുകിയിറങ്ങി. മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ ചുവന്നു കലങ്ങി. എവിടെയാ ലെറ്റർ? അവന്റെ ശബ്ദം ആവേശം കൊണ്ടു. അവൾ റൂമിലേക്ക് വിരൽ ചൂണ്ടി. അവൻ ഓടുന്നത് കണ്ട് അവൾ അമ്പരന്നു പോയി. കബോർഡിന് മുന്നിലെ ലെറ്റർ വിറയലോടെ അവൻ എടുത്തു നിവർത്തി. അപ്പച്ചിക്ക് വയ്യ, കിടപ്പ, തളർന്നു പോയി. ഒന്ന് കാണാൻ ആഗ്രഹം പറഞ്ഞു. ഒന്ന് വരുമോ? ആദിലക്ഷ്മി. അവൻ പൊട്ടിക്കരഞ്ഞു. അലറി കരഞ്ഞു. ആ നിലവിളി കേട്ട് ശ്രേയ ഓടി വന്ന് വാതിലിൽ നിന്നു. നിലത്ത് മുട്ടുകുത്തി അലറിക്കരയുന്ന അവനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവൾ മെല്ലെ അടുത്തേക്ക് നടന്നു. നന്ദൻ. അവന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് അവൾ വിളിച്ചു. പൊയ്ക്കോ, ഇപ്പൊ നീ ഫ്രീ ബേഡാണ്. നിനക്കും എനിക്കും ഇനി ചങ്ങലകളില്ല. എനിക്കറിയാം, ഞാൻ നിന്നെ ഒരു മനുഷ്യനായി പോലും പരിഗണിച്ചില്ല. അതെന്റെ അച്ഛൻ എന്ന വ്യക്തിയോടുള്ള വാശിയുടെ പുറത്താണ്. സ്റ്റാറ്റസിന്റെ പേരിൽ എന്റെ മനസ്സ് കാണാൻ ശ്രമിക്കാത്തതിലുള്ള പ്രതിഷേധം. അതിന് നിങ്ങളെ വേദനിപ്പിക്കേണ്ട വന്നിട്ടുണ്ട്. മാപ്പ് പറയാനേ നിവർത്തിയുള്ളൂ. എനിക്ക് മഹിയോടുള്ളത് നിങ്ങളോട് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. അതിനെ പറഞ്ഞ മനസ്സിലാകുമോ എന്നും. അവനൊന്ന് ചിരിച്ചു. ഒന്നും പറയണ്ട. എനിക്കറിയുന്നത് പോൽ മറ്റാർക്കും അറിയില്ല. വാശി കൊണ്ട് നമ്മൾ തീർത്തത് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം തന്നെയാണ്. അന്നേ കുറച്ച് ധൈര്യം കാണിച്ചെങ്കിൽ താനും ഞാനും സന്തോഷിക്കുന്നത് പോലെ ഒരുപക്ഷെ മറ്റാരും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. താൻ ധൈര്യം കാണിച്ചു കേട്ടോ. അതുപോലും എനിക്ക് പറ്റിയില്ല. ദേ, ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പേഴ്സ് കബോർഡിലുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ. അവൾ അവനെ നോക്കി. ഇനി ഒരിക്കലും മദ്യപിക്കരുത്. ഉള്ളിൽ ഒരു ജീവനുണ്ടെന്ന് ഓർമ്മ വേണം. ഞാനത് എല്ലാം കൂടി ഭ്രാന്ത് പിടിച്ച നിമിഷത്തിൽ ഒരിക്കലും വേണമെന്ന് കരുതിയല്ല. ഞാൻ ഓർത്തിട്ടുണ്ട് ഇത്രയും വർഷം നന്ദൻ എങ്ങനെ പിടിച്ചു നിന്നെന്ന്. എന്റെ പണമോ സമ്പാദ്യമോ ശരീരമോ ഒന്നും വേണ്ട നന്ദന്. പിന്നെ എന്തായിരുന്നു ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള കാരണം? അവൻ ചെറുചിരിയോടെ ആ ലെറ്റർ ഉയർത്തി. ഇത് എന്നെങ്കിലും എന്നെ തേടി വരുമെന്നുള്ള പ്രതീക്ഷ. ആദിലക്ഷ്മി. അവൾ മിഴിച്ചുപോയി. മേലെടുത്ത് തറവാട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവന്റെ ഹൃദയം പെരുമ്പറ മുഴക്കി. കണ്ണുകൾ പാഞ്ഞു നടന്നു. അമ്മയുടെ മുറിയുടെ വാതിലിലെത്തി നിൽക്കുമ്പോൾ എണ്ണയുടെയും കുഴമ്പിന്റെയും വാസന മൂക്കിലേക്ക് തുളച്ചു കയറി. അവൻ അകത്തേക്ക് കയറി. ബെഡിൽ കിടക്കുന്ന രൂപത്തിലേക്ക് വിശ്വസിക്കാൻ കഴിയാതെ നോക്കി. മുന്നിൽ നിന്നും ഗർജിക്കുന്ന വസുന്ധരയിൽ നിന്നുള്ള മാറ്റം അവൻ അതിശയത്തോടെ നോക്കി കണ്ടു. മോനെ. ക്ഷീണിച്ച സ്വരം. എന്നോട് നീ ക്ഷമിക്കണം. നിന്റെ സന്തോഷം, നിന്റെ ജീവിതം ഇല്ലാതാക്കിയതിന് ദൈവം തന്ന ശിക്ഷയാ. നിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ അകറ്റിയ അതേ നശൂലമാണ് ഇന്നെനിക്ക് കാവൽ. അവന്റെ ഉള്ളൊന്ന് തുളുമ്പി. അവൾ എന്നെ പരിചരിച്ചു, ഒരു വിദ്വേഷവും കൂടാതെ. അവൾ നശൂലമല്ല, ദേവതയാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി മോനെ. അവർ നിലവിളിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂകി. അവളുടെ ഒറ്റപ്പെട്ട ജീവിതം കണ്ട് സന്തോഷമടങ്ങി നിന്നവളാ ഞാൻ. എന്റെ മോന് നല്ല ജീവിതം കിട്ടിയതിൽ അഹങ്കരിച്ചു. പക്ഷെ നിന്റെ അച്ഛൻ അവസാന നിമിഷം പറഞ്ഞു, നിന്റെ ജീവിതം നരകമാക്കിയത് ഞാനാണെന്ന്. അവസാന നിമിഷം ഒരു തുള്ളി വെള്ളം പോലും എന്റെ കയ്യിൽ നിന്നും വേണ്ടെന്ന് എന്നെ ശപിച്ചു. ആദിയെ വിളിച്ചു വരുത്തി. അവളുടെ മടിയിൽ കിടന്ന നിന്റെ അച്ഛൻ പോയത്. അതിനും
ഞാൻ ആ പാവത്തെ പ്രാഗി. അധികം വൈകാതെ തന്നെ ഞാനും വീണു. പക്ഷേ എന്നെ താങ്ങാൻ 2 കൈകളുണ്ടായിരുന്നു. എന്റെ കുഞ്ഞിന്റെ. മോളെ! അവരുടെ വിളിയിൽ ഓടിപ്പാഞ്ഞെത്തി അവൾ തറഞ്ഞു നിന്നുപോയി. നന്ദേട്ടൻ! അവളുടെ ശ്വാസം പോലും നിലച്ചു. അവൻ കാണുകയാണ് നിറമങ്ങിയ സാരിയിൽ ശോഭ ഒട്ടും കുറയാതെ തന്റെ പ്രാണൻ. തുമ്പുകെട്ടിയ വാർമുടി, ചമയങ്ങളൊന്നും തന്നെ ഇല്ലാതെ മുഖത്ത് വെള്ളക്കല്ലിന്റെ മുക്കുത്തി തിളക്കം. ലച്ചു! വാരി പിടിച്ച് നെഞ്ചോട് ചേർക്കാൻ തോന്നിയവന്. അവൾ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. മെല്ലെ തിരിഞ്ഞു നോക്കി. എന്താ അപ്പച്ചി, എന്തേലും വേണോ? ഒന്ന് നിവർത്തിയിരുത്തു എന്നെ. അതിനെന്താ അപ്പച്ചി? അവൾ ചെന്ന് അവരെ ഉയർത്തി ചാരിയിരുത്തി. ഞാൻ ചായ എടുക്കാം അപ്പച്ചി. വേണ്ട മോളെ, എനിക്ക്. മോനെ, ഇങ്ങ വാ. അവർ അവളുടെ കയ്യിൽ പിടിച്ചു. അവന്റെ കാലുകൾ ചലിച്ചു തുടങ്ങിയതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അരികെ വന്ന് അവന്റെ കരം കവർന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് വൈകിപ്പോയെന്നറിയാം. എങ്കിലും നിന്റെ ആഗ്രഹം പോലെ തന്നെ അപ്പച്ചൻ നിന്റെ സ്നേഹം മനസ്സിലാക്കി എൻ്റെ മോൻ്റെ പെണ്ണായി നിന്നെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുക. അവൾ ശ്വാസം എടുക്കാൻ മറന്നു നിന്നുപോയി. നന്ദൻ ഞെട്ടലോടെ അവരെ നോക്കി. എൻ്റെ തെറ്റ് തിരുത്തുവാൻ ഞാൻ ഇക്കണ്ട വർഷം മുഴുവൻ നിന്നെ മാത്രം മനസ്സിൽ വെച്ച് കഴിയുകയായിരുന്നു ഇവൾ. ഇനിയും അത് കണ്ടില്ലെന്നടിക്കാൻ എനിക്ക് കഴിയില്ല നന്ദ. ഞാനായി തല്ലിക്കെടുത്തിയ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞാനായി തന്നെ തിരികെ തരുവാ അപ്പച്ചി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേണ്ട, ഇത്രയും വർഷം കരഞ്ഞു തീർത്തില്ലേ, ഇനിയത് വേണ്ട. എൻ്റെ മോനും നിന്നെ മാത്രം ഓർത്ത മരണത്തെ കൂട്ടുപിടിക്കാതെ പിടിച്ചു നിന്നത്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ശക്തി, ആദിലക്ഷ്മിയുടെ പ്രണയത്തിൻ്റെ ശക്തി, നിന്റെ സഹനത്തിൻ്റെ പ്രതിഫലം. അതാണ് എൻ്റെ നന്ദൻ. ഇനി മുതൽ ഇതാണ് നിന്റെ ജീവിതം. അവന്റെ ഉള്ളം കൈയിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ച് അവർ അവനെ നോക്കി. അവർ കൈ പിൻവലിച്ചതും ഊർന്നു പോകാൻ തുടങ്ങിയ അവളുടെ കൈ അവൻ മുറുകെ പിടിച്ചു. ഇരുവരുടെയും കൈകൾ തണുത്തു പോയിരുന്നു. അതവരുടെ ഹൃദയത്തെ കുളിരണിയിച്ചു. അവരുടെ മിഴികൾ തമ്മിൽ കോർത്തു. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയതും അവൻ അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. നെഞ്ചിൽ തട്ടി അവളെ ചേർത്ത് പിടിച്ചു. ഇറുകെ അമർത്തിപ്പുണർന്നു. നന്ദേട്ടാ! പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. കണ്ണീരോടെ അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് മുഖം മുഴുവൻ ചുംബിച്ചു. ഇരുവരുടെയും കൂടിച്ചേരൽ, അവരുടെ പ്രണയം കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മക്കളെ, മാപ്പ്, മാപ്പ്. അവരുടെ ഉള്ളം വിതുമ്പി. അവളുടെ കണ്ണിലേക്ക് നോക്കിയ നന്ദൻ നിറഞ്ഞു നിൽക്കുന്ന കണ്ണിലും തന്നെ കണ്ടു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിലേക്ക് അവന്റെ മിഴികൾ ഉടക്കി. അവൻ കുസൃതി ചിരിയോടെ അവളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ ഇടുങ്ങി. പെട്ടെന്ന് അവളുടെ ചുണ്ടിലേക്ക് അവൻ തൻ്റെതിനെ ചേർത്ത് വെച്ച് ഒളികണ്ണാൽ അമ്മയെ നോക്കി. അവിടെ നിറഞ്ഞ ചിരി. അവളുടെ ചുണ്ടിൽ സ്പർശിച്ച നിമിഷം ഇരുവരുടെയും ശരീരം ഒരുപോലെ വിറകൊണ്ടു. അവൾ ഒന്നുയർന്നു പൊങ്ങി. തൻ്റെ പ്രാണൻ ആത്മാവിൽ ലയിച്ച സംതൃപ്തിയോടെ അവർ സന്തോഷത്തോടെ ജീവിതകാലം മുഴുവൻ പരസ്പരം പ്രണയിച്ച് കഴിയട്ടെ. പ്രണയം അത് വിജയിക്കുക തന്നെ ചെയ്യും.